അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില ആളുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. സമസ്ത രൂപീകരിച്ചത് പുത്തനാശയക്കാരെ എല്ലാ നിലക്കും എതിർക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ 100-ാം വാർഷികത്തിൽ നിൽക്കുമ്പോൾ ചില ആളുകൾ പുതിയ ആശയം മുന്നോട്ട് വെക്കുകയാണ്. അതെന്താണ്? പുത്തനാശയക്കാരോട് ഇസ്ലാമിക സൗഹൃദം പാടില്ല, അല്ലാത്ത നിലക്കുള്ള സൗഹൃദത്തിന് എനിക്ക് വിരോധമില്ല, പറ്റും എന്ന് പറയുന്ന ആശയം. ഞാൻ അവരോട് ചോദിക്കുന്നു, സമസ്ത രൂപീകരിച്ചത് മുതൽക്ക് ഇന്ന് വരെയുള്ള പണ്ഡിതന്മാർ അങ്ങനെയുള്ള ഒരു വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ? മുഷാവറിന്റെ ഉലമാക്കൾ ഭിന്നിക്കുന്നതിന് മുമ്പും ഭിന്നിച്ചതിന് ശേഷമാകട്ടെ, ഇങ്ങനെയുള്ള ഒരു പുത്തനാശയക്കാരോടുള്ള സമീപനത്തിൽ വ്യത്യാസമായി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുള്ളത് തന്നെയാണ് മറുപടി. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ 100-ാം വാർഷികത്തിന്റെ സന്തോഷവേളയിൽ ഇങ്ങനെ ഒരു മൃദു സമീപനം വന്നത്? ചോദ്യം 1. ചോദ്യം 2, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അൻആമിലും മുജാദല സൂറത്തിലും, ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയൻ ലസ്ത മിൻഹും ഫീ ശൈഇ. ദീനിനെ ഛിന്നഭിന്നമാക്കിയ പുത്തനാശയക്കാരെ പോലത്തെ ആളുകൾ, അവരുമായിട്ട് ഒരു നിലക്കും ബന്ധമില്ല നബിയെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹു വറസൂലഹു വലൗ കാനൂ ആബാഅഹും അവ അബ്നാഅഹും അവ ഇഖ്വാനഹും അവ അശീറതഹും. സൂറത്തുൽ മുജാദലയിൽ പറയുന്നത്, അള്ളാഹുവിനോടും റസൂലിനോടും എതിർക്കുന്ന വിഭാഗത്തോട് അവർ സ്വന്തം മാതാപിതാക്കളുമാകട്ടെ, അല്ല മക്കളാകട്ടെ, സഹോദരന്മാരാകട്ടെ, ഭാര്യമാരാകട്ടെ, അവരുമായിട്ട് സ്നേഹബന്ധം പാടില്ല എന്ന് സൂറത്തുൽ മുജാദലയിൽ പറയുമ്പോൾ ഇത്തരം ഒരു മൃദു ധോരണ എങ്ങനെയാണ് വന്നത്? ഖുർആനിക്ക് എതിരാകുന്നില്ലയോ? ചോദ്യം 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ദിബിൽ ഇസ്ലാം. ബിദ്അത്തുകാരെ ബഹുമാനിച്ചാൽ, അവരെ സഹായിച്ചാൽ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി സഹായിച്ചവനായി. അഹ്ലുൽ ബിദ്അത്ത് ശർറുൽ ഖൽഖ്, ബിദ്അത്തുകാർ സൃഷ്ടികളിൽ വെച്ച് ഷർറായവരാണ്. അസ്വാബുൽ ബിദ്അത്ത് കിലാബുന്നാർ, ബിദ്അത്തുകാർ നരകത്തിന്റെ നായ്ക്കളാണ് എന്ന് പറഞ്ഞ ഹദീസ് മുമ്പിലിരിക്കുമ്പോ ഈ ഒരു വ്യത്യാസം നിങ്ങൾ എങ്ങനെയാണ് അത് വ്യാഖ്യാനിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ ഒരു വ്യത്യാസപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം 4, പുത്തനാശയക്കാരനായ പണ്ഡിതനോ പ്രാസംഗികനോ മരിച്ചാൽ ഇസ്ലാമിനിക്കും സമുദായത്തിനിക്കും തീരാ നഷ്ടമാണ് എന്ന് പറയുന്ന ആളുകളോട് നിങ്ങളുടെ അഭിപ്രായം എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ മാത സ്വാഹിബു ബിദ്അത്തിൻ ഫഖദ് ഫുതിയ ഫിൽ ഇസ്ലാമി ഫതുഹുൻ. പുത്തനാശയക്കാരൻ മരിച്ചാല് ഇസ്ലാമിൽ വലിയ വിജയമാണ് കിട്ടിയത് എന്ന് ഉലമാ പറഞ്ഞതിന്റെ ആ ആശയത്തോട് നിങ്ങളുടെ സമീപനം എന്താണ്? ചോദ്യം 5, ഫുളൈൽ ഇബ്നു ഇയാദ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇസ്ലാമിക അല്ലാത്ത സൗഹൃദമാണെങ്കിലും ആ സൗഹൃദം പാടില്ല. ഏതുവരെ എന്ന് വെച്ചാൽ, ഇദാ റഅയ്ത മുബ്തദിയൻ ഫീ ത്വരീഖിൻ, ഒരു വഴിയിൽ പുത്തനാശയക്കാരൻ നടന്നു പോവുകയാണെങ്കിൽ, ഫഖുദ് ഫീ ത്വരീഖിൻ ആഖർ, ആ വഴിയിൽ നീ പോകണ്ട, നീ വേറെ വഴിയിൽ തെറ്റിച്ച് നീ പോയിക്കോ. അവൻ നടന്ന വഴിയിൽ പോലും നീ നടക്കാൻ പാടില്ല, അത്ര നിലക്കും ഒരു ബന്ധം പാടില്ല എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് പറയുമ്പോ നിങ്ങളുടെ ഈ 100-ാം വാർഷികത്തിനോട് ബന്ധപ്പെട്ട് പറഞ്ഞ ഈ ആശയമാണോ ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടത്? അതല്ല ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പോലത്തെ ഇമാമികളെയാണോ ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? ചോദ്യം 6, ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് പറയുന്നുണ്ട്, നളുറുൽ മുഅ്മിനി ഇലൽ മുഅ്മിനി ജലാഉൽ ലിൽ ഖൽബ്
ഒരു മുഅ്മിനായ മനുഷ്യനിലേക്ക് നോക്കൽ തന്നെ ആത്മീയ പ്രകാശം കിട്ടുന്നതാണ്. വനദുറുൽ മുഅ്മിനി ലിസ്വാഹിബിൽ ബിദ്അ, ഒരു മുഅ്മിനായ മനുഷ്യൻ പുത്തനാശയക്കാരൻ നോക്കുക പോലും ചെയ്താൽ യൂരിസുൽ അമ, ആത്മീയ കാഴ്ചയും ശാരീരിക കാഴ്ചയും രണ്ടും നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇവിടെ ഇസ്ലാമിക അല്ലാത്ത സൗഹൃദം പോലും പാടില്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നോക്കുക പോലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫുളൈൽ ഇബ്നു ഇയാദിന്റെ തുടങ്ങിയ ഇമാമികളെയാണോ സ്വീകരിക്കേണ്ടത്, അതല്ല നിങ്ങൾ പറഞ്ഞ ആശയമാണോ അംഗീകരിക്കേണ്ടത്? ചോദ്യം 7. വമൻ സാഫഹു ഫഖദ് നഖല ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവാ, ഈ പുത്തനാശയക്കാരനെ കൈമുസാഫഹത്ത് ചെയ്താൽ, അവനോട് വഅദ് പറയാനല്ല, ഇസ്ലാമികമായ സൗഹൃദനല്ല, കൈ കൊടുത്ത് മുസാഫഹത്ത് പോലും ചെയ്താൽ തന്നെ അവൻ ഇസ്ലാമിനെ ഓരോന്നായി തകർത്തവനാണ് എന്ന് സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതിനോട് നിങ്ങളുടെ സമീപനം എന്താണ്? ഇസ്ലാമിക അല്ലാത്ത നിലക്കുള്ള സൗഹാർദ്ദം വെറും കൈ കൊടുത്തതാണ്, മുസാഫഹത്ത് ചെയ്തതാണ്. എന്നാൽ ഇസ്ലാമിനെ ഓരോന്നായി തകർത്തവനാണ് അവൻ എന്ന് പറഞ്ഞ സുഫിയാൻ സൗരിയാണോ സ്വീകരിക്കേണ്ടത്, അല്ല നിങ്ങളെയാണോ? ചോദ്യം 8. ഇനി ഒരു പുത്തനാശയക്കാരന്റെ ബാക്കിൽ പോയി മഹ്മൂമായി ഒരു ആലിമായ അല്ലെങ്കിൽ സ്വാലിയായ ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉസ്താദ് നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ ഇസ്ലാമിക നിലപാട് എന്താണ്? ഇനി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷെ ഈ 8 ചോദ്യങ്ങൾക്ക് നിങ്ങൾ അക്കമിട്ട് മറുപടി പറയണമെന്ന് മാന്യമായി ഞാൻ ആഗ്രഹിക്കുന്നു.